അസ്ല മെർലി ഡിവോഴ്സ് ആയോ? ഇതാണ് ഇപ്പം പുള്ളിക്കാരിയുടെ ഫോളോവേഴ്സിൻ്റെ ചോദ്യങ്ങൾ. റീസെൻ്റായിട്ട് ഇപ്പം പുള്ളിക്കാരി ഇട്ടേക്കുന്ന വീഡിയോസിൻ്റെ താഴത്തെ കമൻറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പം ഈ അസ്ലയുടെ ഹസ്ബൻഡിൻ്റെ പേര് അംജുക എന്നാണ് വിളിക്കുന്നത്. പുള്ളിക്കാരൻ ഇപ്പോൾ കാണുന്നില്ല, വീഡിയോസിനകത്തൊന്നും കാണുന്നില്ല. പുള്ളിക്കാരൻ എവിടെയാണ്? പുള്ളിക്കാരനുമായിട്ട് ഡിവോഴ്സ് ആയോ? എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്താണ് പ്രശ്നം എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് ഇപ്പം ചോദിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ മറുപടിയായിട്ട് അസ്ല ഒരു വീഡിയോ റീസെൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയോ, അതിനുള്ള കാരണം, അതിൻ്റെ റീസൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്താണ് ഇതിൻ്റെ പിന്നിലെ സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള വീഡിയോസിനകത്തൊന്നും അസ്ലയുടെ ഹസ്ബൻഡിനെ ആരും കാണുന്നില്ല, കുഞ്ഞിനെ കാണുന്നില്ല. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അപ്പം പുള്ളിക്കാരി ഇതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഈ അസ്ലയുടെ വീഡിയോസൊക്കെ കാണുന്ന, അസ്ല ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കുത്തിത്തീർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇപ്പം ഒരു വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം അല്ലല്ലോ കാണുന്നത്. അതിനകത്ത് പല കാറ്റഗറിയിലുള്ള ആളുകൾ കാണും. ഇഷ്ടപ്പെടുന്നവർ കാണും, ഇഷ്ടപ്പെടാത്തവർ കാണും, സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കാണുന്ന ആൾക്കാർ കാണും, കുത്തിത്തിരിപ്പും കുന്നായ്മയും കൊണ്ട് നടക്കുന്ന ആളുകൾ കാണും, എന്തെങ്കിലും അറിയുന്ന ഒരു നെഗറ്റീവ് കിട്ടാൻ വേണ്ടി വീഡിയോ കാണുന്ന ആൾക്കാർ കാണും. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് ഇപ്പം അസ്ല അതിനുള്ള മറുപടിയായിട്ടാണ് പുതിയൊരു റീസെൻ്റായിട്ടൊരു വീഡിയോ വന്നിട്ടുള്ളത്. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഇനി ആരാണെങ്കിലും, ഇഷ്ടപ്പെടുന്ന ആളായിക്കോട്ടെ ഇഷ്ടപ്പെടാത്ത ആളായിക്കോട്ടെ, ഇനി ആരാണെങ്കിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് മറുപടി കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി അസ്ലയ്ക്കുണ്ട്. കാരണം അസ്ലയെ വളർത്തിക്കൊണ്ട് വന്നത് ഈ പറഞ്ഞിട്ടുള്ള ആളുകളാണ്, ഈ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ ആളുകളാണ്. അതിനി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിലും എല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ അസ്ല എന്നൊരു വ്യക്തി ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് സാധ്യമാകത്തുള്ളൂ, അത് ആരാണെങ്കിലും. അപ്പം അതിനൊക്കെ ഒരു മറുപടി കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി അസ്ലയ്ക്കുണ്ട്. അതില്ലെന്നല്ല. കാരണം നമ്മളെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം, വീട്ടിൽ നടക്കുന്ന അടിയും വഴക്കും ബഹളങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം കൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് തന്നെ നമ്മൾ ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. റീച്ച്, അതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനം, അതൊക്കെ തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അല്ലാതെ വേറെ ഒന്നിനും കൊണ്ടല്ല. നമ്മളെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളും തൻ്റെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ മതിയല്ലോ. എന്തുകൊണ്ട് പല ആളുകളും ഇടുന്നില്ല? പക്ഷെ ചില ആളുകൾ അതൊരു ബിസിനസ്സാക്കി തന്ത്രപൂർവ്വം ഒരു ബിസിനസ്, ഒരു റീച്ച്, അതിനുള്ള കിട്ടുന്ന റീച്ചും അതിനുള്ള കിട്ടുന്ന ഒരു വരുമാനത്തിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പരിപാടി. മെയിനായിട്ട് വരുമാനം, പൈസ. അപ്പം ഇപ്പം ഇത്രയും ഈ സന്തോഷങ്ങളും സങ്കടങ്ങളെല്ലാം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇടുമ്പോഴത്തേക്ക് നാളെ ഒരു സമയത്ത് നമുക്കൊരു സങ്കടം വരുന്ന സമയത്തായാലും ആളുകൾ ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, നിങ്ങൾ ഡിവോഴ്സ് ആയോ, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അവർ ചോദിക്കുമ്പോഴത്തേക്ക് അത് പറയാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ നിരന്തരം ആളുകളുടെ ചോദ്യത്തിന് ഉള്ള ഉത്തരമായിട്ടാണ് അസ്ല ഇവിടെ വന്നേക്കുന്നത്. ഞാനിപ്പോൾ ആ ഒരു വീഡിയോ ഇവിടെ നിന്ന് വെച്ച് തരാം, അസ്ല കൊടുക്കുന്ന മറുപടി. അത് നിങ്ങൾ കണ്ടു നോക്കേ. ആ ഒരു വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഫുൾ കമൻസ് ഇതാണ്. എല്ലാവരെയും കണ്ടു ഒലിപ്പിച്ച് കാണിച്ചവരൊക്കെ പിന്നെ ഒന്നും കാണില്ല, ഈ പെണ്ണെ കുറച്ച് ഓവറാണ്. ഞാൻ കുറച്ച് ഓവറാണ്, അത് കുഴപ്പമില്ല. അംജുക്ക എവിടെ പോയി? അതും പ്രശ്നമില്ല. അംജുക്കാനെ കാണാതിരിക്കുമ്പോൾ ആ ചോദ്യം ഒരു ന്യായമായിട്ടുള്ള ചോദ്യം. അംജുക്ക ഡിവോഴ്സായി എന്നായിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. വേറെ ഈ അംജുക്ക ബേബിനെ കാണാൻ വരാത്തത് എന്താ ഇപ്പം അംജുക്ക എന്ന് പറയാത്തത്? മടുത്തു അംജുക്കാനെ എന്തൊലിപ്പീരായിരുന്നു. പിന്നെ എന്നെ ബോധിപ്പിക്കണ്ട, അവർ ബോധിച്ചാൽ മതി. അംജുക്കയുമായി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറഞ്ഞ് തീർത്തുകൂടെ? സംഭവം ഇതന്നെ. ഞാനും ഇതിപ്പോൾ 1, 2, 3 കമൻറ്റ്സേ ഞാൻ വായിച്ചിട്ടുള്ളൂ. ഫുൾ കമൻറ്റ്സ് അത് തന്നെയാണ്. ഞാൻ Q&A ചെയ്യാമെന്ന് വിചാരിച്ചു, അതിൻ്റെയും ഫുൾ കമൻറ്റ്സ് തന്നെയാണ്. ഞാൻ അംജുക്കൻ ഡിവോഴ്സായി, അംജുക്കാൻ അത് കാണിക്കുന്നില്ല. വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, അംജുക്ക നാട്ടിൽ വന്നപ്പോൾ അസ്ല ഗൾഫിൽ പോയി, ഒരു ക്ലിയർ വീഡിയോ ഇടണേ ഹില. ഞാൻ ക്ലിയർ വീഡിയോ ഒരിക്കലും മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ ഒന്നും എനിക്കൊരു ക്ലിയർ വീഡിയോ ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം എന്തൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ അംജുക്കാരുടെ ഇടയിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്കതൊരു ക്ലിയർ വീഡിയോ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വിഷയത്തിലോട്ട് വരാട്ടെ. നിങ്ങൾ ചോദ്യങ്ങൾക്ക് എന്തായാലും ഉത്തരം തരും. പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നെക്കുറിച്ച് പറയാനുണ്ട്, എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഭയങ്കര ഇമോഷൻ. ഓക്കെ. അപ്പം അസ്ല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഡിവോഴ്സ് ആയിട്ടില്ല, ഇവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഒന്നുമില്ല. ഇപ്പം നമുക്കിത് ഇപ്പോൾ പുറമേ നിന്ന് കാണുമ്പോഴത്തേക്ക് അസ്ല പറയുന്ന കാര്യങ്ങളെ നമുക്ക് അറിയാവും. അവരുടെ ഫാമിലിയിൽ നടക്കുന്ന പകുതി കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. ബ്ലോഗ്സിനകത്ത് കാണുന്ന ചെറിയൊരു 100-ൽ ഒരു അംശം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇവരുടെ ഫാമിലിയിൽ നടക്കുന്ന എന്താണ്, ഇവരുടെ ഫാമിലിയിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ സന്തോഷങ്ങളോ സങ്കടങ്ങളോ ഒന്നും പകുതി നമ്മൾ കാണുന്നില്ല. ഈ വീഡിയോസിൻ്റെ ഭാഗമായിട്ട് അവരിടുന്ന കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം ഈ അസ്ലയുടെ ഹസ്ബൻഡ് ഇപ്പം UK-ലാണ്. പുള്ളിക്കാരൻ ഈ പ്രസവത്തിന് മുമ്പ് തന്നെ എനിക്ക് പോയെന്ന് തോന്നുന്നു. അപ്പം പുള്ളിക്കാരൻ ഇപ്പോൾ UK-ൽ ജോലി ചെയ്യുവാണ്. അവിടുന്ന് ലീവ് കിട്ടുന്ന സമയത്ത് പുള്ളിക്കാരൻ നാട്ടിൽ വരും.
ഇവരെയും കുഞ്ഞിനെയും കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ നിൽക്കുന്നത് തന്നെ. അപ്പം ഇത് മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകൾ വന്നിരുന്നിട്ട് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല, എന്താണ് കാരണങ്ങൾ എന്നൊക്കെയാണ് ചോദിച്ചത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരത് ചിന്തിക്കും, അങ്ങനെ ചോദിക്കും. അത് ചോദിക്കുമ്പോഴത്തേക്ക് അതിന് ഉത്തരം പറയാനുള്ളൊരു ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ കാണിക്കണം. ഇപ്പം ഈ അസ്ല ഈ വീഡിയോക്കകത്ത് ഇപ്പം ഈ മറുപടി വീഡിയോക്കകത്ത് ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കുടുംബത്തിൽ കിടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വിളമ്പിയിട്ട് അവസാനം ഫോളോവേഴ്സ് ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് എന്തിന് ചോദിച്ചു, ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ തീർത്തോളാം എന്നൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഇതിനകത്ത് കൊടുക്കുന്നത് തന്നെ. അതൊട്ടും ശരിയല്ല. സ്വന്തം കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് വിറ്റ് റീച്ചാക്കി പൈസയാക്കിയിട്ട് അവസാനം ജനങ്ങളെത്ത് പൊക്കിക്കൊണ്ട് വന്ന ജനങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് അതിനെയും കൂടെ ഒരു പോസിറ്റീവ് രീതിയിൽ കാണാനുള്ളൊരു ഇതും കൂടെ വേണം. അത്രേ എനിക്കും പറയാനുള്ളൂ. ഞാനിവിടെ ഇനിയൊരു വീഡിയോ വയ്ക്കാം. അതിന് മുമ്പ് ഞാൻ അസ്ലയുടെ ഒരു പ്രസവമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ കൂടെ കൊടുക്കാം. നമ്മളെല്ലാവരും കണ്ടതാണ് അസ്ലയുടെ പ്രസവം വരെ എടുത്ത അസ്ല സോഷ്യൽ മീഡിയയിൽ. ഇത് കുറ്റം പറയുമല്ല, പക്ഷേ അതിന് രണ്ട് സൈഡും നമുക്ക് കാണുന്ന ഒരാൾ, ഒരു വ്യൂവർ എന്ന നിലയ്ക്ക് രണ്ട് സൈഡ് നമുക്ക് ചിന്തിക്കാം. അത് വരുമാനമാക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പ്രസവം അത് വരുമാനമാക്കിയെന്ന് നമുക്ക് ചിന്തിക്കാം. നേരെ മറിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് ഇത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന ഇത്രത്തോളമാണെന്ന് ജനങ്ങളിലേക്ക് ഒരു ഇത് മെസ്സേജ് കൊടുക്കാം. അതും രണ്ട് സൈഡ് നോക്കണം. ഒരു സൈഡ് മാത്രം നോക്കുന്ന ആൾക്കാർ കാണുമായിരിക്കാം, ചിലപ്പം രണ്ട് സൈഡും നോക്കുന്ന ആൾക്കാർ കാണും അല്ലേ. രണ്ട് സൈഡ് നോക്കുന്ന ആൾക്കാർ കാണും. അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് ഇപ്പം പ്രസവ വീഡിയോസ് ഇങ്ങനെയുള്ള ഫാമിലി വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ ഉള്ള വീഡിയോസ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല വ്യൂവർഷിപ്പുമാണ്, അതിൽ നിന്ന് നല്ല ഏണിങ്സും കിട്ടും. അപ്പം ഇത് രണ്ട് കാറ്റഗറിയിൽ രണ്ട് ഗണത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരും കാണും. അപ്പോൾ ഇതൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കൊണ്ടിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ പ്രസവവും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വീട്ടിൽ നടക്കുന്ന അടിയും പിടിയും കല്യാണവും മംഗളവും പാലുകാച്ചലും മറ്റേതും മറിച്ചതെല്ലാം കൊണ്ട് ഇടുമ്പോഴത്തേക്ക് നിങ്ങളെയൊക്കെ പെട്ടെന്ന് ആ ഫാമിലിയിൽ ഒരു അംഗത്തിന് ഒരു ദിവസം കാണാതാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിച്ചിരിക്കും, എന്തേ അയാൾ എവിടെ പോയി, അയാൾ എന്തേ വന്ന് കുഞ്ഞിനെ കാണാത്തത്, അയാൾ എന്തേ വന്ന് നിന്നെ കാണാത്തത്, എന്തുകൊണ്ട് എന്നൊക്കെ ഒരു ചോദ്യം അവിടെ ഉയർന്നു വരും. അപ്പോൾ അതും കൂടെ ഫേസ് ചെയ്യാനുള്ളൊരു ഇതൊക്കെ മുമ്പക്കൂട്ടി നമ്മൾ തയ്യാറാക്കി വെക്കുക, ഒരു മനക്കരുത്ത്. ഇനി ഞാനിവിടെ അസ്ല ഇത് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആളുകളൊക്കെ ചോദിച്ചതിന് തൊട്ട് പുറകെ തന്നെ ആ വീഡിയോ തന്നെ അസ്ല തൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ആ ഒരു ആൾക്കാരുടെ ഡൗട്ട്സ് ക്ലിയർ ആക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞിട്ടില്ല, പുള്ളിക്കാരൻ UK-യിലാണ് ജോലിപരമായിട്ടുള്ള തിരക്കുകളെയും കാര്യങ്ങളിലൊക്കെ പുള്ളിക്കാരൻ പോകുന്നുണ്ട്. പുള്ളിക്കാരൻ വരുമ്പോഴത്തേക്ക് വ്ലോഗ്സിൽ ഉൾപ്പെടുത്തും, നിങ്ങളെ കാണിക്കും എന്നൊക്കെയാണ് അസ്ല ഈ വീഡിയോസിനകത്ത് പറയുന്നത്. എന്തായാലും ഞാൻ അസ്ല പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെ വിളിക്കുന്ന ആ ഒരു വോയിസ് റെക്കോർഡും കൂടെ നമ്മളെ കാണിക്കുന്നു. പുള്ളിക്കാരി തന്നെ റെക്കോർഡ് ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ട്, വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. പക്ഷേ എനിക്കിത് പറയണം തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. ഹലോ, കൊള്ളാം ചുക്ക, നാട്ടിൽ വന്നിട്ടൊന്നും നമ്മളോടൊരു വാക്ക് പറഞ്ഞില്ല. ഞാൻ അതുകൊണ്ടൊരു വായിക്കുന്നത്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഡിവോഴ്സായ കാര്യം ഞാൻ അറിഞ്ഞില്ല. അത് കണ്ടില്ലല്ലേ? നാട്ടിൽ പോയ കമന്റ് ഒക്കെ ഇന്നലെ ആയിരുന്നു, ഇന്ന് പുതിയതാ. അംജുക്ക ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ട് കരയണ എന്തൊക്കെ ഇമോജി. ആരായിട്ടാണ് നീ ഡിവോഴ്സ് ആയത്? എന്നായിട്ടല്ല നീ ആയത്? ആരായിട്ടായത്? അതെന്നെ എനിക്കറിയേണ്ടത്, എന്നായിട്ടല്ല. അപ്പൊ പിന്നെ ആര്? അതാണ് എന്റെ ചോദ്യം. ഞാൻ അറിയാത്ത പല നഗ്ന രഹസ്യങ്ങൾ ഞാൻ കമന്റ്സിലൂടെ അറിയുന്നു. പേപ്പർ മൂവ് ചെയ്യാനല്ലേ നീ നാട്ടിൽ വന്നേ? വേറെ ഈ കമന്റ്സ് കണ്ടിട്ടാ തോന്നുന്നുണ്ട് വേറെ കുറച്ച് കുട്ടികൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർത്തുകൂടെ? അംജിക്ക പാവല്ലേ എന്നൊക്കെ. അംജിക്ക പാവമല്ല, നാട്ടിൽ വന്നിട്ട് എന്നോട് പറയാത്തവനാ പാവമല്ല. അത് പുതിയ കമന്റ്സ്, ലേറ്റസ്റ്റ് കമന്റ്സ് വായിക്കുക, അപ്പൊ അതിൽ കാണാം. ഓക്കെ, വിളിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ഈ വീഡിയോ കാണുന്ന ഫോളോവേഴ്സിനോട് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ അസ്ല പറയുന്നുണ്ടല്ലോ, ഇപ്പം
സ്റ്റാർട്ടിങ് തന്നെ പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ വേർപിരിഞ്ഞു, ഡിവോഴ്സായി, അപ്പം എന്തുകൊണ്ട് നാട്ടിൽ അംജുക്ക വന്നിട്ട് എന്നെ വന്ന് കണ്ടില്ല എന്നൊക്കെ ഉള്ളൊരു ഇതിലാണ്, ഒരു കോമഡിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ കോൺവെർസേഷൻ. അപ്പം ഈ ചോദ്യങ്ങളെല്ലാം ജനങ്ങൾ ചോദിച്ചായിരുന്നു. ഇപ്പം ജനങ്ങൾ ഒരു സംശയം കൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ്, പല പല സംശയങ്ങൾ കൊണ്ടിട്ട് ജനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതിനെന്തെങ്കിലും മറുപടി കിട്ടുന്നുണ്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലും അതിനെ പറ്റിയിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ച് ആളുകളുടെ സംശയങ്ങളാണ് ആളുകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം അസ്ലേറ്റ് വീഡിയോസിൻ്റെ അടിയിലൊക്കെ വന്ന കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അംജുക്കായുമായിട്ട് ഡിവോഴ്സായി, അവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിഞ്ഞ് രണ്ട് വഴിക്കായി, പുള്ളിക്കാരൻ ഇപ്പോൾ ലീവിന് വന്നിട്ട് പോലും അസ്ലയെ പോയി കണ്ടില്ല എന്ന് വരെയാണ് കമൻറ്റുകൾ എഴുതിയിട്ടേക്കുന്നത്. കാരണം പുള്ളിക്കാരനെ കാണുന്നില്ല. ഈ അസ്ല പ്രസവിക്കുന്നതിന് മുമ്പ് വരെ പുള്ളിക്കാരനുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും, പർച്ചേസിന് പോകുന്നു, കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരുമിച്ച് മേടിക്കുന്നു. പ്രസവം കഴിഞ്ഞതിൽ പിന്നെ കുഞ്ഞുമില്ല, കെട്ടിയവനുമില്ല. ജനങ്ങൾ നോക്കുമ്പോൾ എന്തോ ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങൾ അത് മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ എടുക്കുവാണ്. അപ്പം അതിനൊക്കെ സത്യം പറഞ്ഞാൽ മറുപടി കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലും മറുപടി കൊടുക്കല്ലേ, അതാണ് വേണ്ടുന്നത്. പല കമൻറ്റുകളും അങ്ങനെ മറുപടി കൊടുക്കാനാണെങ്കിലും മറുപടി കൊടുക്കാനേ സമയം കാണും. കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനേ സമയം കാണും. അല്ലെങ്കിൽ മറുപടി കൊടുക്കണം. അത് അതിൻ്റെ റീസൺ നല്ല രീതിയിൽ പറഞ്ഞ് ഇന്നതുപോലാണ് എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കണം. കമൻ്റ് ഇട്ട ആളുകളെ വന്നിട്ട് വീഡിയോസിലൂടെ വന്നിട്ട് ഒരു പുച്ഛിച്ച് തള്ളുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഒട്ടും ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വളർത്തിക്കൊണ്ട് വന്നത് ഇവരൊക്കെയാണ്. ഈ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്തോ ആയിക്കോട്ടെ, ഈ നെഗറ്റീവ് കമൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് കമൻ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരാൻ പറ്റൂ. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇത് ഞാൻ കുറ്റം പറഞ്ഞല്ല കേട്ടോ, ഞാനിത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി ജസ്റ്റ്. ഇനി ഞാനിവിടെ അസ്ലയുടെ പ്രസവത്തിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഒന്ന് വെച്ച് തരാം. അപ്പോൾ ഭയങ്കര വ്യൂവർഷിപ്പ് കിട്ടിയ വീഡിയോ ആണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അങ്ങനെ ഫൈനലി ആ ദിവസം എത്തിയേക്കാണ്. എനിക്ക് ഇപ്പോഴാട്ടോ കുറച്ച് എനർജി വന്നത്. കാരണം ഞാൻ രാവിലെ തൊട്ടിട്ട് മറ്റൊരു ട്രാൻസ് മൂഡിലായിരുന്നു. ഞാൻ ഈ ലോകത്തൊന്നും ആയിരുന്നില്ല, എനിക്ക് അത്രക്കും വയ്യായിരുന്നു. അവസാന നിമിഷത്തിൽ നമ്മൾ പറയത്തില്ലേ, അയ്യോ ഇതെന്താ എന്നുള്ള സാധനം തോന്നില്ലേ, അങ്ങനെയായിരുന്നു. നമ്മൾ ലാസ്റ്റ് വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഞാൻ ഹൈ ഫീവറും കഫുമായിട്ട് ഞാൻ രാവിലെ അഡ്മിറ്റ് ആയതാണ്. സത്യത്തിൽ നമ്മുടെ ഓക്കെ, കണ്ടല്ലേ, ഇതാ ഞാൻ ആദ്യം പറഞ്ഞ, ഇത് രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ കാണും ഈ വീഡിയോ. ഒന്ന്, ഇവർ ഈ അസ്ല ഈ വീഡിയോ ഇട്ട് തന്നെ ഒരു വ്യൂവർഷിപ്പിൻ്റെ പേരിൽ വ്യൂവർഷിപ്പ് കൂടാനും റീച്ച് കൂടാനും അതിൽ നിന്ന് നല്ലൊരു ഏണിങ്സ് കിട്ടാനും. പിന്നെ വേറൊരു തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ സ്ത്രീകളും ഇത്രയും വേദന അനുഭവിക്കുന്നുണ്ട്, അത് എല്ലാവരും മനസ്സിലാക്കട്ടെ. ആണുങ്ങളെ പുരുഷന്മാരുൾപ്പെടെ, ഇപ്പോൾ പുരുഷന്മാരുടെ കീഴിൽ കഷ്ടപ്പെടുന്ന വേദന അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലൂടെയും കാണുന്ന ആൾക്കാരുണ്ട്. ഇതാണ് ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രസവ വേദന ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നല്ലൊരു മെസ്സേജ് ആയിട്ടും അത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം അതൊക്കെയാണ് ഇപ്പം അസ്ലയുടെ വിഷയങ്ങൾ. ഇനി ഞാനിവിടെ അസ്ലയുടെ മുമ്പേ ഹസ്ബൻഡുമായിട്ടുള്ള ഒരു ഈ പ്രസവത്തിന് തൊട്ട് മുമ്പേ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം കൂടെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. കാരണം അവർ ഏത് സമയം ഈ പറഞ്ഞ പോലെ അസ്ലയുടെ വീഡിയോസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അംജുക്ക എൻ്റെ അംജുക്കയുടെ വീട്ടിലെ കാര്യങ്ങൾ, അംജുക്കയുടെ കുടുംബത്തെ കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ച് വീഡിയോയ്ക്കകത്തൊക്കെ പറയുന്നതും അംജുക്കായെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും, അത്രമാത്രം അംജുക്കായെ സ്നേഹിക്കുന്ന ഒരു അസ്ലയാണ് എല്ലാ വീഡിയോസിനകത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് തന്നെ ഒരു സംശയം തോന്നും. ഇത്രയും അംജുക്ക രാവിലെ തൊട്ട് വൈകിട്ട് വരെ എല്ലാ വീഡിയോസിനകത്ത് 24 മണിക്കൂറും എൻ്റെ അംജുക്ക എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കിപ്പോൾ അംജുക്കായും വേണ്ട, അംജുക്കാക്ക് തൊട്ട് കുഞ്ഞിനെയും കാണാൻ വേണ്ട എന്നൊക്കെ ഉള്ളൊരു ചിന്ത തോന്നും. അത് സ്വാഭാവികമാണ്. ഞാനിവിടെ വെച്ച് തരാം അവരെ സന്തോഷകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ. അങ്ങനെ പുളിഞ്ചിക്ക സോങ് ഞാൻ ലുലു എത്തുന്ന വരെ ഒരു 10 പ്രാവശ്യം പ്ലേ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് അത് കഴിഞ്ഞ് നമ്മൾ ലുലു എത്തിയിട്ട് ഞാനും അംജുക്കയും ചിന്നും ഇവിടെ ഇറങ്ങിട്ടോ. അഫ്സു അഞ്ജുവിനെ കൂട്ടാൻ വേണ്ടി അഫ്സു പോയി, കാർ എടുത്തിട്ട് പോയി കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ലുലുവിലൊക്കെ എത്തി. ഇന്ന് ലുലു മോളിൽ ആൾക്കാർ ഭയങ്കര കുറവ്. ഞാൻ ആദ്യമായിട്ട് ലുലുവിൽ അത്ര വന്നിട്ടില്ല. ഞാൻ ആകെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടാവും അല്ലേ അംജുക്ക? അത്ര വന്നിട്ട് അംജുക്കയും ഞാൻ ഓർക്കുന്നു. യെസ്, ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. നമുക്ക് പൂര തിരക്കായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നോക്കാം.
നമ്മൾ നേരെ കയറിയത് സ്റ്റുഡിയോയിലാട്ടോ കയറിയത്. സ്റ്റുഡിയോയിലെത്തി നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇവിടുത്തെ സ്റ്റുഡിയോ കുറച്ച് പൈസ കൂടുതലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ ഇത്രയും സന്തോഷമായിട്ട് മുമ്പേ ഉള്ള വ്ളോഗ്സിനകത്തൊക്കെ ഈ പ്രസവം കഴിയുന്നതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള വ്ളോഗ്സിനകത്തൊക്കെ വന്നുകൊണ്ടിരുന്ന ഹസ്ബൻഡിനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കാണുന്നില്ല. അപ്പം ചിലപ്പം ഇവരെ വീഡിയോ സ്റ്റാർട്ടിങ് തൊട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഇവരെ ഫാമിലിയിലുള്ള ആളുകൾക്ക് എന്താണ് ജോലി, ആളുകളുമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടുള്ള വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം. പിന്നെ ഇടയ്ക്ക് കയറി വന്ന് കാണുന്നത് തൊട്ടുള്ള ആളുകൾക്ക് ചിലപ്പം മുമ്പേ ഉള്ള കാര്യങ്ങൾ അറിയത്തില്ല. ഈ ഹസ്ബൻഡിൻ്റെ ജോലിയോ ഹസ്ബൻഡ് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, അവരുടെ ഫാമിലിയിലെ മുമ്പേ ഉള്ള കാര്യങ്ങൾ ചകഞ്ഞു പോകാൻ നിൽക്കത്തില്ല. അവിടെ നിന്ന് പകുതി തൊട്ട് കാണുന്നിടം തൊട്ടാണ് അവർ പിന്നെ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. ചിലപ്പോൾ അവർ അങ്ങനെയുള്ള ആളുകളുടെ സംശയമായിരിക്കാം. പെട്ടെന്ന് സുപ്രഭാതത്തിൽ അംജുക്കായി കാണുന്നില്ല, അംജുക്ക കളഞ്ഞിട്ട് പോയോ എന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇപ്പം ഞാൻ ഇപ്പം കാണിച്ച ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പൊക്കെ തൊട്ട് ചിലപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷം തൊട്ട് വീഡിയോ കണ്ട് കൂടെ കൂടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ നോക്കുമ്പോൾ ഇന്നലെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇന്ന് കൂടെ ഇല്ല, അയാൾ വിളിക്കുന്നില്ല, കുഞ്ഞിനെ കാണാൻ വരുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ ഫാമിലിയിൽ നടക്കുന്നത്, അപ്പോൾ അതൊക്കെ അറിയാനൊക്കെ ഉള്ളൊരു ആവേശം. സ്വന്തം കുടുംബത്തിലെ ഒരാളെ പോലെ കാണുന്ന വീഡിയോ കാണുന്ന വ്യക്തികളുമുണ്ട്. ഇപ്പോൾ ഈ അസ്ല എന്ന് പറയുന്ന കുട്ടി എൻ്റെ വീട്ടിലെ സ്വന്തം കുട്ടിയായിട്ട് കണ്ട് വീഡിയോ കാണുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, എന്ത് പറ്റി, ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞോ, നല്ലൊരു ഫാമിലി അല്ലായിരുന്നോ എന്നൊക്കെ വിചാരിച്ച് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇനി ഞാനിവിടെ ഈ കമൻസുകൾക്കെല്ലാം അസ്ല കൊടുത്തൊരു മറുപടി ഉണ്ട്. അപ്പം അതും കൂടെ ഒന്ന് കേട്ട് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഈ 1-2 കമൻസ് ഇവിടെ ഒന്ന് വായിക്കാം കേട്ടോ. അതിന് ശേഷം ഈ കമൻസുകൾക്ക് അസ്ല കൊടുക്കുന്നൊരു മറുപടിയും കൂടെ ഞാനിവിടെ വെച്ച് തരാം. ഒരു വോയിസ് ക്ലിപ്പും കൂടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്കാം. അതിന് മുമ്പ് ഞാൻ കമൻറ്റ് വായിക്കാം. ഇപ്പോൾ അംജുക്ക എന്നുള്ള ഡയലോഗ്സ് ഒന്നും കേൾക്കുന്നില്ല, കല്യാണം കഴിഞ്ഞ സമയത്ത് എന്തായിരുന്നു. അപ്പോൾ ഒരു കമൻറ്റ്. ഇനി അടുത്ത കമൻറ്റ്, ലൈഫിലെ എല്ലാ കാര്യങ്ങളും കൊണ്ട് യൂട്യൂബിൽ ഇടുമ്പോൾ ഓർക്കണമായിരുന്നു, അതിനൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ഒരു മര്യാദയും കൂടെ കാണിച്ചാൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു കമൻറ്റ്. അങ്ങനെ ഇതുപോലെ ഒരുപാട് കമൻറ്റുകൾ. ഞാൻ എല്ലാം ഒന്നും വായിക്കുന്നില്ല, 2 കമൻറ്റ് മാത്രമേ ഇവിടെ വെക്കുന്നുള്ളൂ. പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളുണ്ട്, നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൊടുത്തൊരു മറുപടിയുടെ ഭാഗമായിട്ട് അസ്ല ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ആ ഒരു വോയിസ് ക്ലിപ്പും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങൾ അതും കൂടെ കേട്ട് നോക്കാം. ഒരു യൂട്യൂബർ ആയി കഴിഞ്ഞാൽ എന്താ ഒരു യുദ്ധത്തിന് ഇറങ്ങിയ പോലെ അങ്ങനെ എന്തെങ്കിലും ആണോ, അതോ എല്ലാവരുടെയും ശത്രുക്കളോ യൂട്യൂബേഴ്സ്? എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇല്ലാത്തൊരു കാര്യം പ്രചരിപ്പിക്കുന്ന ഒരു യൂട്യൂബർ ആയിക്കോട്ടെ, വേറെ മറ്റെന്ത് പ്രൊഫഷൻ ആയിക്കോട്ടെ, അത് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിവോഴ്സ് ആയെങ്കിൽ ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമില്ല. ആവാത്ത ആൾക്കാരായിന്ന് എന്തിനാ വെറുതെ ആക്കുന്നത്? ഓക്കെ, ഇതാണ് അസ്ലയുടെ മറുപടി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളെ ഫാമിലി നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട്, ജനങ്ങളുടെ തലയിലേക്ക് അടിച്ചിട്ട് കൊടുത്തിട്ട്, ആ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത് ആ ഫാമിലിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രശ്നങ്ങളും, അടിയും വഴക്കും, ഈ പ്രശ്നങ്ങളില്ലെങ്കിൽ തന്നെ ഈ ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് കഴിഞ്ഞാൽ, ഈ പ്രശ്നങ്ങളില്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ അവർക്കറിയാം അത് നല്ല രീതിയിൽ റീച്ച് ആവും. ഈ പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ അതെടുത്തിട്ട് അലക്കി അത് റീച്ചിലേക്ക് എത്തിക്കും. അപ്പം അവർക്ക് അവരുടെ ചാനലിന് റീച്ച് കിട്ടും, പിന്നെ ഇടുന്ന വീഡിയോസിനൊക്കെ നല്ല വ്യൂവർഷിപ്പ് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഫാമിലി വീഡിയോസ് ചെയ്യുന്ന ഇതെല്ലാം ഒരു കോണ്ടന്റ് ആണ്, അത് ആദ്യം മനസ്സിലാക്കും. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്രയോ ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്ന വ്ളോഗേഴ്സിൻ്റെ എല്ലാം ഇതുപോലുള്ള ഫേക്ക് ഫേസുകളും എല്ലാം വലിച്ചു കയറിയിട്ടുണ്ട്. എല്ലാവരും ഫേക്ക് എന്നല്ല, ജെന്യൂൻ ആയിട്ടുള്ള ആളുകളും ഉണ്ട്. എന്നാൽ തന്നെ ഒരു 99% ആളുകളും ഫേക്കാണ്. അവരുടെ ഒറ്റ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലൂടെ നല്ല റീച്ചിലൂടെ നല്ല ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ആരും യൂട്യൂബിനകത്ത് വന്നിരുന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വീഡിയോ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ നമ്മൾ ഈ കാണുന്നത് പോലെ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, ഇതൊക്കെ എളുപ്പമാണെന്നാണോ? ഒരു ഫാമിലി വ്ളോഗ്സ് ഒക്കെ എന്ന് വെച്ചാൽ ഒരു 20, 25, 30 മിനിറ്റോളം 40 മിനിറ്റോളം കാണും. അപ്പം 40 മിനിറ്റോളമുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം നല്ല ടൈം എടുത്ത് വേണം, നല്ല ഹാർഡ് വർക്ക് ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഒരാളൊരു യൂട്യൂബിലൊരു ഫാമിലി വ്ളോഗ്സ് ആയിക്കോട്ടെ, എന്ത് വീഡിയോ ആയിക്കോട്ടെ കൊണ്ടിടുമ്പോഴത്തേക്ക് അയാളെ ലക്ഷ്യം അതിലൂടെ കിട്ടുന്ന ഏണിങ്സും റീച്ചും മാത്രമാണ്. അല്ലാതെ അത് ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല എന്നുള്ള ഒരു ബോധവും കൂടെ എല്ലാവർക്കും ഉണ്ടായാൽ കൊള്ളാമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി അസ്ല പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഉണ്ടാവും ഞാനും അംജുക്കയും തമ്മിൽ ഒരു പ്രോബ്ലവും ഇല്ല. ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ പടച്ചോൻ സഹായിച്ചിട്ട് ഒരു പ്രോബ്ലം ഇതുവരെ ഇല്ല. ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല ഞങ്ങൾ ഡിവോഴ്സ് ആയ കാര്യം ഒന്നും ഞങ്ങൾക്കറിയില്ല. പിന്നെ അംജുക്ക നാട്ടിൽ വന്ന് നോക്കുക, ആരാണ് ഈ പടച്ച് വിടുന്നത് നാട്ടിൽ വരെ? ഞാൻ അംജുക്കാനൊന്ന് കാണാൻ എത്ര കാലമായിരിക്കണേന്ന് അറിയൂ. ഞാനിന്ന് പോട്ടെ, ആ അംജുക്ക എത്ര കാലമായിരുന്നില്ല, എൻ്റെ കേസേ പോട്ടെ.
ആ ഞങ്ങൾക്ക് പീക്കൂസ് അവളൊന്ന് കാണാൻ ഈ അംജുക്ക കൊതിക്കണ പോലെ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വരാൻ പറ്റുമെന്ന് വെച്ചാൽ നോക്കിയിരിക്കുന്ന ഒരാളത്. ഞാൻ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു, ഞാൻ നിങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തോ? കാരണം കുറേ പേര് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റുകളൊക്കെ ഫുൾ ഡിലീറ്റ് ചെയ്യും. സാധാരണ അങ്ങനെയാണ്, കുറേ പേര് അത് നോക്കിയിരിക്കുന്നുണ്ടാവും. നമ്മൾ ഇൻസ്റ്റയിൽ എന്തൊക്കെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു, ആരോ അൺഫോളോ ചെയ്തു. ഞാൻ അംജുക്കാനെ എപ്പോഴെങ്കിലും അൺഫോളോ ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞാൻ അംജുക്കാനെ ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അംജുക്കാടെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടു ഇൻസ്റ്റയിൽ? നിങ്ങൾക്ക് എന്ത് കണ്ടിട്ട്? ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താ, എന്തെങ്കിലും ഒരു വ്ളോഗിൽ ഞാൻ അംജുക്കാനെ പറ്റി എന്തെങ്കിലും കുറ്റമോ മോശമായിട്ടോ അങ്ങനെ എന്തെങ്കിലും പറയോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തോ? എന്ത് രീതിക്കാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്? ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം തന്നെ, ഞങ്ങൾ ഡിവോഴ്സ് ആയിരുന്നു ഒരു കാര്യമാണോ? അംജുക്ക ബേബിനെ കാണാൻ വന്നില്ല, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വന്നില്ല, ഇതാണ് ആകെയുള്ളൊരു കാര്യം. അംജുക്ക എന്നെ കാണാൻ വന്നിട്ടില്ല, എന്നെയും കുഞ്ഞിനെയും അംജുക്ക കണ്ടിട്ടില്ല. കാണാൻ വരാത്തത് കൊണ്ടാണ് വ്ളോഗിലും കാണാത്തത്. ഞാൻ എന്താണ് അത് ബോധിപ്പിക്കേണ്ടത്? ശരിയാണ്. നമ്മളെ പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗ്സിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റ ആയിക്കോട്ടെ, അവർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും അവർ സ്റ്റോറിയും അതുപോലെ അവരിടുന്ന റീൽസൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാർ കാണും. അവർ ഇടുന്ന ഓരോ കാര്യങ്ങൾ പോലും അരിച്ച് ഗുണിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകൾ കാണും. പക്ഷെ അതിനൊക്കെ ഇടവരുത്തിയത് ആരാണ്? ഇടവരുത്തിയത് നിങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും, സകലമാന വീട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ തൊട്ട് തൊട്ടിത്തരങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട്, സന്തോഷം ആയിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ എന്താണെങ്കിലും അതൊക്കെ വിറ്റ് പൈസ മുഖ്യം ബിഗിലി എന്നുള്ളൊരു ചിന്തയോട് കൊണ്ടിട്ടിട്ട് ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് നിങ്ങളെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ കുറ്റവും കുറവും അല്ലെങ്കിൽ നിങ്ങളെ ആ സന്തോഷം കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് അതിൽ നിന്നൊരു പഴുത്, അതിൽ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ പഴുത് കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അത് നിങ്ങൾ അതിനൊട്ട് ഇടവരുത്തിയിട്ടാണ് അതൊക്കെ അങ്ങനെ നടക്കുന്നത്. ഇപ്പം എത്രയോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആളുകൾ എത്രയോ ആളുകളുണ്ട്. അവരെയൊന്നും വീട്ടിലെ കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് അറിയത്തില്ല അല്ലേ? സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ്സ് ഒക്കെ കൊണ്ട് നടക്കുന്ന ആളുകളെ വീട്ടിലെ പ്രശ്നങ്ങൾ മാത്രമാണ് ജനങ്ങൾ അറിയുന്നത്. അല്ലേ പിന്നെ നിങ്ങളൊരു കാര്യമാണ്, നിങ്ങളൊരു കാര്യമാണ്, നിങ്ങളെ ജീവിതത്തിലെ സന്തോഷങ്ങൾ മാത്രം നിങ്ങൾ കൊണ്ടുപോയി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യണം. സങ്കടങ്ങളോ ഇതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കൊണ്ട് ഇടല്ലേ. അപ്പം ജനങ്ങൾ അതിലോട്ട് പോകത്തില്ല. അപ്പം ഇതിനകത്ത് വ്യൂവേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കമൻറ്റുകൾ പല രൂപത്തിലും വരും. എല്ലാ കമൻറ്റിനും ഇതുപോലെ മറുപടി കൊടുക്കാനാണെങ്കിൽ പിന്നെ അതിനേ സമയം കാണും. അല്ല പിന്നെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ട് എല്ലാ വീഡിയോയും പോസ്റ്റ് ചെയ്യും. പക്ഷേ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസിന് അത്രയും റീച്ച് കിട്ടത്തില്ല എന്ന് എല്ലാ ആളുകൾക്കും അറിയാം. ആ കമൻറ്റും അതിൽ നിന്ന് കിട്ടുന്ന ലൈക്കും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ, ഹൈപ്പും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വീഡിയോയ്ക്ക് റീച്ച് കിട്ടൂ, അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കൂ. ഇതൊക്കെ എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതിനെ പറ്റിയിട്ട് എന്തായാലും എല്ലാവരും ഒന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യൂ. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തോ, ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ.